ഒരു ലൈറ്റർ കച്ചവടക്കാരൻ ഒരിക്കൽ 500 ലൈറ്ററുകൾ തന്റെ കാറിൽ വെച്ചുപോയി. സൂര്യന്റെ കഠിനമായ ചൂട് കാരണം ലൈറ്ററുകൾ പെട്ടെന്ന് തീപിടിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഈ കിംവദന്തി സത്യമാണോ എന്നറിയാൻ ഒരു ലൈറ്റർ പൊട്ടിത്തെറിക്കാൻ എത്രത്തോളം ചൂട് വേണമെന്ന് പരിശോധിക്കാൻ ജെയ്മെ തീരുമാനിച്ചു. അദ്ദേഹം ലൈറ്ററുകൾ 140 ഡിഗ്രി ഫാരൻഹീറ്റിൽ ആരംഭിച്ച് ഒരു ഓവനിനുള്ളിൽ വെച്ചു. 1 മണിക്കൂർ ചൂടാക്കിയ ശേഷം ഒന്നും സംഭവിച്ചില്ല. അതിനാൽ അദ്ദേഹം താപനില 500 ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് ഉയർത്തി. താപനില ഉയർന്നപ്പോൾ ലൈറ്ററുകൾ പതിയെ ഉരുകാൻ തുടങ്ങി. ഏകദേശം 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ അവയിലൊന്നൊടുവിൽ പൊട്ടിത്തെറിച്ചു. പക്ഷേ സൂര്യരശ്മിയിൽ കിടക്കുന്ന ഒരു കാറിന്റെ ഉൾവശത്ത് സാധാരണയായി അത്തരം താപനില ഉണ്ടാകാറില്ല. അതിനാൽ കാറിനുള്ളിൽ ലൈറ്ററുകൾ പൊട്ടിത്തെറിക്കാൻ അവർക്ക് മറ്റൊരു വഴി കണ്ടെത്തേണ്ടി വന്നു. ആദം 500 ലൈറ്ററുകളും കാറിനുള്ളിൽ ശ്രദ്ധയോടെ വരിയായി വെച്ചു. എന്നിട്ട് ഒരു ഹീറ്റ് ബ്ലോവർ സ്ഥാപിക്കുന്നതിനായി കാറിന്റെ മേൽക്കൂരയിൽ കുറച്ച് ദ്വാരങ്ങൾ തുറന്നു. ഈ ബ്ലോവറിന് 800 ഡിഗ്രി ഫാരൻഹീറ്റ് ചൂടുള്ള വായു പുറന്തള്ളാൻ കഴിയുമായിരുന്നു. മുൻകരുതൽ എന്ന നിലയിൽ ജെയ്മെ ഇലക്ട്രിക് വയറുകൾ ഉപയോഗിച്ച് ഒരു ഇഗ്നിഷൻ സിസ്റ്റവും സജ്ജീകരിച്ചു. എല്ലാം തയ്യാറായ ശേഷം അവർ വാതിലുകൾ അടച്ചു. ഒരു ഫയർ ട്രക്ക് തയ്യാറാക്കി നിർത്തി. ബ്ലോവർ കാർ ചൂടാക്കാൻ തുടങ്ങി. അധികം താമസിയാതെ ലൈറ്ററുകൾ ഉരുകുന്നതും ബ്യൂട്ടേൻ വാതകം പുറത്തുവിടുന്നതും അവർക്ക് കാണാൻ കഴിഞ്ഞു. എന്നിട്ടും പൊട്ടിത്തെറിയൊന്നും ഉണ്ടായില്ല. സമയം കഴിയുന്തോറും കൂടുതൽ ലൈറ്ററുകൾ ഉരുകി കാറിനുള്ളിൽ ബ്യൂട്ടേൻ നിറഞ്ഞു. തുടർന്ന് ജെയ്മെ പ്ലാൻ ബിയിലേക്ക് മാറി. വാതകം കത്തിച്ചു. പിൻവശത്തെ വിൻഷീൽഡ് തൽക്ഷണം തെറിച്ചുപോയി. തീജ്വാലകൾ എല്ലായിടത്തും ആളിപ്പടർന്നു. തീ അണച്ച ശേഷം 500 ലൈറ്ററുകളും മരപ്പലകകളും പരസ്പരം ഒട്ടിപ്പിടിച്ച് ഒരൊറ്റ കട്ടിയുള്ള രൂപമായി മാറിയതായി അവർ കണ്ടെത്തി. പാഠം: നിങ്ങളുടെ കാറിൽ ലൈറ്ററുകൾ വെച്ച് പോകരുത്.